ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ ഞങ്ങൾ സ്കൂൾ ഷോപ്പിങ്ങിന് പോയായിരുന്നു. ഇന്ന് നമുക്ക് സ്കൂളിൽ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. യൂണിഫോം തയ്ക്കണം, നമ്മൾ ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇപ്പം ഞങ്ങൾ അൺബോക്സിങ് ആയിട്ടാണ്, ഞങ്ങളെല്ലാം തുറന്ന് നോക്കിയതാണ്. എന്നാലും നമുക്ക് അൺബോക്സ് ചെയ്യണം. ഒത്തിരി ക്യൂട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ബാഗൊക്കെ വാങ്ങിച്ചു, ഒരു ക്യൂട്ട് വാട്ടർ ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ നമുക്കെല്ലാം കണ്ടിട്ട് വരാം. അപ്പൊ ഗായ്സ്, നമുക്ക് കാണാം ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന്. ഗായ്സ്, ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. നമ്മുടെ സ്വന്തം ചോയ്സിന്നാട്ടോ നമ്മളിതൊക്കെ വാങ്ങിച്ചത്. ആദ്യം തന്നെ നമുക്ക് ബാഗ് കാണാം. ഇതാണ് എൻ്റെ ബാഗ്. ഇത് അത്യാവശ്യം കുറേയൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ കൂടെ ഐറ്റംസ് ഫ്രീ ഇട്ടിട്ടുണ്ട്, 10 ഐറ്റംസ് ഫ്രീ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണിക്കാം. ഇതാണ് നമ്മുടെ കേശുവിൻ്റെ ബാഗ്. ഇത് ചേച്ചിയുടെ ബാഗാട്ടോ. ഇത് സെയിം കമ്പനിയുടെയാണ്. ഇതിൻ്റെ കൂടെ ഓഫർ ഉണ്ടായിരുന്നു. കേശുവിൻ്റെ കൊച്ചു പിള്ളേരുടെ ബാഗിനൊന്നും ഓഫറില്ല. ഇതിന് ഓഫറും അതിൻ്റെ കൂടെ 10 സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇത് കേശുവിൻ്റെ ബുക്സാണ്. ഞാൻ ഇന്നലെ എനിക്കങ്ങ് അക്രാന്ത മൂത്ത് ഞാൻ 2 എടുത്ത് പൊതിഞ്ഞു. ഇപ്പോഴും തന്നെ ക്ഷീണിച്ചു, അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കി പോയിരുന്നില്ല. ഇതാണ് കേശുവിൻ്റെ ടെക്സ്റ്റ്, വർക്ക് ബുക്കും ടേം ടെക്സ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ബുക്സ്. എനിക്ക് ടെക്സ്റ്റ് കിട്ടി, ഞാൻ ഡ്രൈവർക്കാരെ വെച്ചേക്കാണ്. ഇതാട്ടോ എൻ്റെ ബുക്സ്. എനിക്കൊരു 10-12 ബുക്സ് വേണം. ട്യൂഷനും 2-3 ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഐറ്റംസ് സ്കൂളിനൊക്കെ. ഇതാണ് കേശുവിൻ്റെ പെൻസിൽ ബോക്സ് ആട്ടോ. ഇതാണ് നമ്മുടെ കേശുവിൻ്റെ പെൻസിൽ ബോക്സ്. ഇതിനകത്ത് അത്യാവശ്യം കുറേയൊക്കെ ഉണ്ട്, കൊള്ളാം. കേശു ഇതിനകത്തൊരു പെൻസിലും ആക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. അതുമാത്രമല്ല, 2 പെൻസിൽ ബോക്സ് എടുത്താൽ ഒരു പൗച്ച് ഫ്രീ ആയിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു പൗച്ച് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൗച്ച് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 സാധനം എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ഒന്ന് ചേച്ചിയുടെ ഈ പൗച്ചാണ്. ഇതൊക്കെ ചേച്ചിയുടെ ബുക്സാണ് കേട്ടോ. ഈ ചേച്ചിക്ക് ഓഫർ ഉണ്ടായിരുന്നു. ചേച്ചി വരയിടാത്തതാണ് വാങ്ങിക്കുന്നത്, കാരണം ചേച്ചി 9ലാണ് ഇനി. അപ്പോൾ ചേച്ചിക്ക് വരയിടാത്ത 10 ഫ്രീ. 5 എടുത്താൽ 5 ഫ്രീ ആണ്. അങ്ങനെ ചേച്ചി 10 ബുക്ക് വാങ്ങിച്ചു. ഇതും ചേച്ചിക്ക് അല്ലാതെ വാങ്ങിച്ച ബുക്കാണ്. ചേച്ചിക്ക് ഇനി ബുക്ക് ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇനിയാണ് നമ്മുടെ ഇത് കേശുവിൻ്റെ ബോക്സാണ് ഞാൻ പറയുന്നത്. ഇത് കേശുവിൻ്റെ പൗച്ചാട്ടോ. താഴെ പോയി കേശുവിൻ്റെ പൗച്ച്. കേശു പിടിച്ച് തുറന്നേ. എന്നാ ശരി, തുറന്നിട്ട് ഞാൻ ഇത് മേടിച്ച് എനിക്ക് കട്ടർ വെക്കണം. ഇത് കട്ടറൊക്കെ കേശു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫറില്ലല്ലോ, ഇത് ഫ്രീ കിട്ടിയതാട്ടോ. കുറച്ച് ഇത് എൻ്റെ ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ 2 ബോക്സ് വാങ്ങിച്ചപ്പോൾ ഒരു പൗച്ച് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഈ പൗച്ച്. അപ്പോൾ എൻ്റെ ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ പൗച്ച് ഞാൻ കേശുവിന് കൊടുത്തു, അതാണിത്. ആ ബാഗ് ഇത് 2 ബോക്സ് വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയത് ഈ പൗച്ചാണ്. ഇത് ഞാൻ എടുത്തു. അങ്ങനെ നമുക്ക് ഇതാണ് ഞാൻ വാങ്ങിച്ചത് ബുക്സ്. ഉണ്ടോ കേശു ബോക്സ് ഒക്കെ തുറന്നേ. ഫ്രണ്ടില് ബീഡ്സ് വരുന്നുണ്ട്. ബീഡ്സ് അല്ല, തെർമോക്കോൾ ബോൾ ആണ്. കേശു തുറന്നേ. ഇതിനകത്ത് പെൻസിൽ വെക്കുന്ന സംഭവമുണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട് അല്ലേ കേശു? മാഗ്നറ്റ് ആട്ടോ ഇവിടെ. ഇവിടെ തുറക്കാൻ പറ്റും. ഇവിടെ ഓപ്പൺ ചെയ്യും. നമുക്ക് ഇതും തുറക്കാൻ പറ്റും. പിന്നെ വേറൊരു ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ബോക്സ്. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു, ക്യൂട്ടായിട്ടുണ്ട്. ഇത് നല്ല ക്യൂട്ടാണ്. ബാക്കിലും നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം. അത് ബട്ടണാണ്, ഞാനും വന്നപ്പോൾ തന്നെ ഞെക്കൊണ്ടിരിക്കുക. അതൊന്നും എല്ലാം തോന്നുന്നു. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്, നല്ല സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നലെ തന്നെ സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുത്തിരുന്നു. യൂണിഫോം ഒക്കെ കിട്ടി, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. യൂണിഫോമിൻ്റെ തുണി കിട്ടി. ഇനി ഞാൻ എനിക്ക് പേന വാങ്ങിച്ചായിരുന്നു. 10 ഉള്ള സെറ്റായിരുന്നു കേട്ടോ ഇത്. ഈ പേന അതാ ഞാൻ പറയാം. ഇവിടെ 10 പേനയുള്ള പാക്കറ്റായിരുന്നു എടുത്തത്. 5 ഞാൻ ചേച്ചിക്കും കൊടുത്തു, 5 ഞാനും എടുത്തു. അപ്പോൾ ഇത് നമുക്ക് ബാഗിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതൊക്കെ.
പിന്നെ ഞാനൊരു ജിയോമെട്രിക് ബോക്സ് വാങ്ങിച്ചായിരുന്നു. ഇതാണ്, എനിക്കിഷ്ടപ്പെട്ടു, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാനത് എടുത്തതാണ്. ആദ്യം ഞാനിത് എടുത്തപ്പോൾ അതിൻ്റെ സൈഡ് പൊട്ടിയിരിക്കുന്നു പാക്കറ്റ്. അപ്പോൾ ആ ചേച്ചി ബില്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു. അവിടെ നിന്ന് ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി വേറൊരു ബോക്സ് എടുത്തോട്ടെ, ഇതങ്ങ് കീറി പോയെന്ന് പറഞ്ഞു ആ കവറ്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ എടുത്തോ മോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പോയി എടുത്തു. ഞാനത് ഒത്തിരി പേരുടെ കൈ കണ്ടിട്ടുണ്ട്. ഇത് എനിക്ക് അങ്ങനെ തോന്നിയതാണ് ഇത് വാങ്ങിക്കണമെന്ന്. കേശു ഒന്ന് വന്ന് തുറന്നു തരും. ഇത് കേസ് തുറന്നു തരും ഫ്രണ്ട്സ്. നല്ല കട്ടിയുണ്ട് അതിന്. നീ ക്യാമറ ഓടിയാൻ തുറക്കാം. ഇങ്ങോട്ട് ബോക്സ് കാണിക്കാം. ഇതാണ് ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഇവിടെ നീഡിൽ മാറ്റിയിടാൻ പറ്റുന്ന ഒരു പെന്നുണ്ട്. നമുക്ക് ഇത് വരയ്ക്കാനായിരിക്കും. ഒരു ഷാർപ്നർ കിട്ടിയിട്ടുണ്ട്, നല്ലതാണ്. ഒരു എറേസർ കിട്ടി, ക്ലാസ്മേറ്റിന്റെ ആണ്. പിന്നെ നമുക്ക് ആ നിബ് ഇതിന്റെ മാറ്റിയിടുന്നതാണല്ലോ, അപ്പൊ ഇതിന്റെ നിബ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പെൻസിലുണ്ട്, പിന്നെ കോമ്പസും ഡിവൈഡറും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ സ്കെയിലും പിന്നെന്തൊക്കെയുണ്ട്, സ്കെയിലും ഇല്ലാത്ത ഈ മേളിലിരിക്കുന്ന ഇതും. ഈ സ്കെയിൽ എടുക്കാൻ പറ്റുന്നില്ല ഗായ്സ്. ഇതെങ്ങനെയാ എടുക്കുന്നത്? എനിക്ക് ബോക്സിനെ പറ്റി ഒന്നും അറിയില്ല. കേസ് ഇതിന്റെ കൂടെ ഒരു യൂസർ മാനുവൽ എന്തോ ബോക്സിന്റെ പുറകിലുണ്ട് ഗൈസ്. ബോക്സിന്റെ പുറകിൽ എന്ത് സംഭവം നോക്കാം. അയ്യോ പനിയും പിടിച്ച് കാണിക്കാം, നോക്കാം. ഡബിൾ സൈഡ് ഡ്രൈവ്, പ്രിവെന്റ് സ്ക്രാച്ചസ് ആൻഡ് പ്രൊവൈഡ് ക്വിക്ക് ആക്സസ്. ഗായ്സ് ഇത് കാണുന്നില്ല. എടുക്കുന്ന എങ്ങനെയാന്ന് നോക്കിയിട്ടേ ഉള്ള കാര്യം. ചേച്ചിയുടെ കൈ കാണുന്ന സ്ക്ലെയറുണ്ടല്ലോ കാണുന്നത്. ഓ ലിഫ്റ്റ് സ്കെയിൽ ഹിയർ. അവിടുന്ന് പൊക്കാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊക്കി. ഇത് കളഞ്ഞു പോവാതെ ഇരിക്കാനാന്ന് തോന്നുന്നു, അവര് പ്രൊട്ടക്ഷൻ ആണെന്ന് തോന്നുന്നു. ബാക്കി സാധനങ്ങളൊക്കെ അതിനാന്ന് തോന്നുന്നു. ഈ സ്കെയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ലിഫ്റ്റ് സ്കെയിൽ ഹിയർ. നോക്കാം തിരിച്ച്. ഒന്നും കൊണ്ട് നോക്കാം. ഞാൻ അറിയാതെ ഇങ്ങനെ കൈ കെട്ടുമ്പോൾ പറയും ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടൊന്ന്. ഓക്കെ, നമുക്കതൊന്നുകൂടെ നോക്കാം. ഇവിടെ ലിഫ്റ്റ് ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്. കീശയുടെ കൈ കെട്ടിയത് പറയട്ടോ. അവിടെ നിന്ന് പൊക്കിയെടുത്തു. ഇത് പ്രൊട്ടക്ഷൻ ആണ് വെക്കുന്നത്. നമുക്ക് തിരിച്ചു വെക്കാം. അത് ഈ സൈഡ് കയറ്റി വെക്കാം. ഇവിടെ ബുക്ക് ഇന്ന് രാത്രിയെ പൊതിയത്തുള്ളൂ കേട്ടോ. നമുക്ക് അടച്ച് നമ്മുടെ അതിന്റെ ബോക്സിലാക്കി വെക്കാം. അത്ര പ്രൊട്ടക്ഷനോടെ വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ 2 ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതും ഇങ്ങനെ ഓരോ വർഷം ഓരോന്ന് വാങ്ങിച്ചിട്ടിരിക്കും. എനിക്കതൊക്കെ ഒരു രസമാണ്. ചേച്ചിയുടെ കയ്യിലും ഇതുപോലത്തെ ഒരെണ്ണമുണ്ട്. പക്ഷെ ഇത് ഈ കളറല്ല, ചേച്ചിക്ക് ക്ലാസ്മേറ്റിന്റെ ആട്ടോ. ഇതിന്റെ വേറെ ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിച്ചില്ല. ചേച്ചിക്ക് കഴിഞ്ഞ വർഷത്തെ ഉണ്ട്, ഈ വട്ടം വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും വാങ്ങിക്കും. എനിക്കതൊക്കെ പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കും. എനിക്കതൊക്കെ ഒരു രസമാണ്. ഞാൻ ഓരോന്ന് മാറി. എനിക്ക് കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ എനിക്കൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടായിരുന്നു. അതൊന്ന് പന്നലായി തീരാറായി. അപ്പോൾ അതെനിക്ക് ഒരു ഓഫർ വന്നു. ഒരു ചേച്ചി ഇൻസ്ട്രുമെന്റ് ബോക്സ് തരുമെന്ന് ചോദിച്ചു. അത് ചേച്ചി അങ്ങ് എവിടെങ്ങാണ്ട് കൊണ്ടു കളഞ്ഞു. പുതിയ ഇൻസ്ട്രുമെന്റ് ബോക്സും കിട്ടി. അങ്ങനെ എനിക്കൊരു ഓഫർ കിട്ടി. പൊട്ട ഇൻസ്ട്രുമെന്റ് ബോക്സ് കളഞ്ഞ് പുതിയ ഇൻസ്ട്രുമെന്റ് ബോക്സ് കിട്ടി. എന്തൊക്കെ ഇതാണ്. എന്നാലും ഞാനത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങിച്ചു. നോക്കി കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമ്മൾ ബുക്കൊക്കെ എടുത്തു. നെക്സ്റ്റ് നമുക്ക് ബുക്ക് പൊതിയുന്ന റോളാണ്. ഇത് 2 എണ്ണം 1 get 1 by 1 ഫ്രീ ആണ്. ഇത് 2 എണ്ണം എടുത്തു. പിന്നെ ഇത് 2 എണ്ണം എടുത്തു. ഇത് 1 എടുത്താൽ മതി, 1 ഫ്രീ ആണ്. ഇത് 1 എടുത്തു, ഇത് ഫ്രീ കിട്ടി. ഈ 2 എണ്ണം നമുക്ക് ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഈ സ്കെയിലും ബാഗിൻ്റെ കൂടെ. ഇത് ഞാൻ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. ഇതിപ്പോഴങ്ങ് വാങ്ങിച്ചതല്ല, വർഷങ്ങളായി ഇത് വാങ്ങിച്ചിട്ട്. അവിടെ കൊണ്ട് കാണാം. ഇതിനിടയ്ക്ക് വന്നതാണ് ഗൈസ്. നമുക്ക് പൊതി ഇടാനായിട്ട് ഞാൻ എടുത്തതാണ്. ഇത് നമുക്ക് എനിക്ക് ബർഫിയുടെ പേന ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ പഠിച്ച നിരഞ്ജന എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളെ എപ്പോഴും ബർഫി ഈ പേന കാണും. ഞാൻ അവളോട് ചോദിച്ച് വാങ്ങിക്കുക എഴുതിയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് പേന ഭയങ്കര ഇഷ്ടമാണ്. സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് വെച്ച്
അങ്ങനെ വാങ്ങിച്ചു. കേശുവിന് പിന്നെ ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കളിക്കുന്നത്, അതവനെടുത്ത് കളിച്ച് പൊട്ടിച്ച് വെച്ചേക്കാണ്. ഇതിനകത്തൊരു സ്പൂൺ ഉണ്ടായിരുന്നു, എൻ്റെ ടിഫിൻ ബോക്സ് ആട്ടോ ഇത്, ഞാൻ വാങ്ങിച്ചതാണ്. ഇതിനകത്തൊരു സ്പൂൺ ഉണ്ടായിരുന്നു, കാണുന്നില്ലത്. ഒക്കെ നോക്കി ഞങ്ങൾ എടുത്തപ്പോൾ അതിനകത്ത് ആ സ്പൂൺ ഉണ്ടായിരുന്നു, പിന്നെ സ്പൂൺ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. നമ്മൾ അത് എടുത്തു. ഇനി ഇത് കണ്ടോ, ഇതാണ് വെറൈറ്റി സാധനം. ഞാൻ വാൾനട്ട് ഇതുവരെ തോട് പിടിച്ച് കഴിച്ചിട്ടില്ല. ഇത് അപ്പമാമൻ എന്ന് പറഞ്ഞ മാമൻ, എൻ്റെ അപ്പയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ കൊണ്ടുതന്നെയാണ്. ഞാനത് കത്രിക വെച്ച് ഇങ്ങനെ 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 ആക്കി പൊട്ടിച്ചതാണ്. നമുക്കത് കാണാൻ പൊട്ടിക്കുന്ന കേശു ഒന്ന് പിടിച്ചേ, ഇത് പിടി, ഇത് ക്യാമറ കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യാം. ഞങ്ങൾ ഇന്നലെ രാത്രി കൊണ്ടുവന്നപ്പോഴാണ് ഇതാണ്. അപ്പൊ മാമ മിലിറ്ററിയിലാട്ടോ, അപ്പൊ വരുമ്പോ ഇതൊക്കെ വരും. നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം. ഓ ഗൈസ്, നമുക്ക് പിറക്കിയെടുക്കാം. എനിക്കും കൂടെ ഓക്കെ, നമ്മളിതൊന്ന് വാരി പിറക്കിയെടുത്തു. നമുക്ക് ഇതിനൊരു കുറച്ച് പീസ് കേശുവിന് കൊടുക്കാം. കേശുവൊക്കെ ഒലിവും കാര്യമുണ്ട്. ഇതാണ് ചാനല്. ഞാൻ ടിവിയിലോ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ടിവിയുടെ സൗണ്ട് മ്യൂട്ട് വെച്ചേക്കാണ് തന്നെ. നമുക്ക് എൻ്റെ യൂണിഫോം തുണി കാണാം. വന്നിട്ട് കാര്യം, യൂണിഫോം ചേച്ചിയുടെ പാൻറ്റുമാണ്. അതുകൊണ്ട് വിഷമുണ്ട്. ചോദിച്ചു കോട്ടുണ്ടോന്ന്, അവര് പറഞ്ഞു ഗൈസ് കോട്ടില്ല. എനിക്ക് വിഷമമായി പോയി. ചേച്ചി പൂണും കിട്ടിയിട്ടുണ്ട്. ഇതാണ് കാണാൻ കാണിക്കാൻ പറ്റത്തില്ല വീഡിയോയില് ഫോൺ. ഇതാണ്, ഇത് നെയിം സ്ലിപ്പ് ആണ്. നമുക്ക് ബാഗിന്റെ കൂടെ ഫ്രീ വാങ്ങിക്കണം. പൂ കാണിച്ചില്ല. അയ്യോ, പ്ലാസ്റ്റിക് സ്പൂൺ ഉണ്ടോ? എടുത്തില്ല, വീഡിയോ എടുത്തില്ല ചേച്ചി, കാണിക്കാനും പറ്റില്ല. ഇതാണോ ഫോൺ? ഇതാണ്. ക്യാമറ എടുക്കാനെ പറ്റി എന്നാ പറയണത്? ചേച്ചിയല്ലേ തന്നെ, എന്നിട്ട് എന്നെ പറയുന്നത്. കൽപാത്രം ഉണ്ടായിരുന്നു, അത് അച്ഛാമ്മ എടുത്തു. അതവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ അങ്ങോട്ടാണ്. ഇവിടുത്തെ വീഡിയോ ഇവിടെ ഇരിക്കാം. ഇതാണ് 2 പാത്രങ്ങൾ. മോരും 2 മോരും വെക്കാൻ വേണ്ടി ഒരെണ്ണം ദേവി ചേച്ചിക്കും ഒരെണ്ണം ചേച്ചിക്കും അങ്ങനെ മേടിച്ചാണ്. അടുത്ത് അവിടെ നിന്ന് എടുക്കുന്നത്. ഇതുണ്ടോ? ചിറ്റയല്ല കൊണ്ടുവന്നേ. ഇതുണ്ട്, മറ്റുള്ള സാധനങ്ങളുണ്ട്. എന്റെ ഗീച്ചേരും ഉണ്ട്. ട്യൂഷനും പോയി, അച്ഛാമ്മ തൊഴിലുറപ്പിന് പോയി, വല്യമ്മ ജോലിക്ക് പോയി, അമ്മ ഡ്യൂട്ടിയിലാണ്. എന്റെ ഗീച്ചേനും ഉണ്ട്. കേശുവിന്റെ കീച്ചേനാണ്, കേശു മാതാവിന്റെ കീച്ചൻ. കേശു നമ്മുടെ കൃപാസനത്തിന്റെ കുട്ടിയാണ് ഗൈസ്. ചേച്ചിമില്ലേ എപ്പോഴും കൃപാസനത്തിൽ പോകാൻ വന്നാൽ എല്ലാ വർഷം അല്ലാതെയും പോവും. അപ്പൊ ഈ വട്ടം ഇതാണ് ചാനൽ. നമ്മുടെ ചാനൽ കാണിക്കാൻ കേശു അച്ഛന് കൊടുത്തേട്ടോ വണ്ടിയുടെ. പോലും വണ്ടി ഇടാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല. ഒറ്റത്തിന് വേണ്ടിയാണ് അവിടെ ഒളിപ്പിച്ചിട്ടിരുന്നത്. അതല്ല, ഞാൻ കൊടുത്തില്ല ചേച്ചി. കൊച്ചത്തിന് എടുത്തേ കണ്ടപ്പോ. ഈ കൊടുത്തതെന്നല്ല കൊച്ചൻ പറഞ്ഞ, ഇത് എന്റെ ഹെഡ്സെറ്റ് ആണ്, അച്ഛൻ എനിക്കൊരു എയർപോർട്ട് തന്നതാണ്, എനിക്ക് പോലും എനിക്കറിയത്തില്ല. അടുത്ത വേറെ വീഡിയോയില്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ
ഇതാ ഇവിടെ ഉണ്ട്. ഞങ്ങള് വാങ്ങിച്ച നെയിൽ പോളിഷ് കേട്ടോ. കണ്ടോ? ഇത് അച്ഛൻ കൊണ്ടുവന്ന ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. അങ്ങോട്ടോ അബുവാണ് ഗൈസ്. ഞാൻ എനിക്ക് റൂമിലായിട്ട് ഇതാണ് പുതിയ കൊച്ചച്ഛൻ പുതിയ കട്ടില് മേടിച്ചാണ്. അത് അന്ന് കണ്ടായിരുന്നു ഞങ്ങള് പുതിയ മെത്ത. പിന്നെ അവിടെയാണ് നമ്മളെ പുതിയ മെത്ത ഗൈസ്. ഇവിടെ ചേച്ചിക്ക് കിടക്കാനും പുതിയ മെത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ അച്ഛൻ 3 ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. ഒരെണ്ണം കാണിക്കാൻ പറ്റുന്നില്ല. ഷൂ അവിടെ നിക്ക്. ഞങ്ങളിത് തിരിച്ചിട്ടേക്കാണ് കണ്ടോ. ഇത് രണ്ടും ഒന്നിന്റെ ഇത് രണ്ടും ഒന്നിന്റെയാണ്. ഞാനും ചേച്ചി ഇങ്ങനെ പുതിയ തലോണല്ല അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചത് പെർഫ്യൂമാണ്. എനിക്ക് ചേച്ചിക്ക് ഒരുപോലത്തെ കൊള്ളുന്നു. ഞാൻ അച്ഛൻ കാണിച്ചില്ല. എന്റെയാണ്. ചേച്ചിയുടെ അപ്പുറത്തിരിക്കുകയാണ്. കഷത്തടിക്കാൻ പറ്റുന്നുണ്ട്. കേസുണ്ട്. കുറച്ച് അടിച്ചു കൊടുക്കാം കേസ്. ഓക്കെ നമ്മളിതാ ഇതാണ്. നല്ല മണമുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ പെർഫ്യൂം. നിങ്ങൾക്കും വേണമെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാം. ഞാൻ തെള്ളാണ് ഗൈസ്. മൊത്തം തെള്ളാണ്. അറിയാതെ അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പോ ഗൈസ്. നമുക്ക് ഇത് വെക്കാം. ഇനി നമുക്ക് ഒരു സാധനം കാണിക്കാം. ഇത് ചേച്ചിക്ക് ഇതിന്റെ ബ്ലൂ പർപ്പിൾ ആണ്. നമുക്ക് ബാഗിന്റെ കൂടെ കിട്ടും. എനിക്ക് എന്തായാലും വേറെ കുട്ടി വാങ്ങിക്കണം. കാരണം ചൂടുവെള്ളം കൊണ്ടുപോകണമെങ്കിലേ. എന്റെ വീടിന്റെ തൊട്ടടുത്താട്ടോ സ്കൂളും. അടുത്തുള്ള സ്കൂളിലാണ് നമ്മൾ അഡ്മിഷൻ എടുത്തത്. ഇവിടെ അല്ല നിങ്ങൾ വിജയിക്കുന്നത്. ചേച്ചിയുടെ വീട്ടിലാണ്. എനിക്ക് സ്റ്റഡി ടേബിൾ വാങ്ങിച്ചു. പിന്നെ ഒരു ഇതുണ്ട്, ഒരു അലമാരിയുണ്ട്. അമ്മയ്ക്ക് ഒരു അലമാരി വാങ്ങിച്ചു. നമ്മൾ അടിയാണ്. ഞാനും അമ്മയോട് തുണി വെക്കാൻ ആ സ്ഥലമില്ലാണ്ട് അത് കണ്ട അച്ഛൻ ഞങ്ങൾക്ക് അലമാരി വെച്ചത്. 2 പേർക്ക് ഓരോരോ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ 4 അലമാരിയുണ്ട്. 3 ടേബിളുണ്ട്. ഉണ്ട്. നമ്മുടെ കേസ് എല്ലാരും വിളിക്കുന്നത്. ഞാനാ വീഡിയോ എടുക്കുന്ന. ചേച്ചിയുടെ കൈ പറ്റത്തില്ലല്ലോ, എടുക്കണമല്ലോ. അതുകൊണ്ടാ എന്റെ കൈ തന്ന വീഡിയോ നിങ്ങള് വയ്ക്കും. പക്ഷെ ഋതു ചേച്ചിയാണെന്ന് വെച്ചാൽ ഞാൻ എടുത്തു. ഒരു റേസർ, ഒരു കേക്കിന്റെ പോലില്ലേ. ഇത് കണ്ടോ. ഇത് നമുക്ക് ബാഗിന്റെ കൂടെ കിട്ടിയതാണ്. ഇത് എന്റെ ഫ്രീ കിട്ടിയതാ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ അത് പക്ഷെ ചീത്തയായിപ്പോയി. പുതിയത് മേടിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കൊച്ചച്ഛൻ. എന്റെ കൊച്ചൻ ഓക്കെ. നമുക്ക് പിന്നെ നമ്മള് ബുക്ക് പൊതിയുമ്പോ അടിക്കാനായിട്ട് സ്റ്റാപ്ലറും പിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. See you.